ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ദിവസം. അതിൽ വർക്കിംഗ് ടൈമൊന്നും ഫുള്ള് കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. എന്നാലും കാലത്ത് ഞാനൊരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് വന്ന ശേഷം ഞാൻ കുറച്ച് വെള്ളം കെറ്റിലിൽ ചൂടാക്കും. നേരെ അടുക്കളയിലേക്ക് വന്ന് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം പിന്നെ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി സെറ്റായിട്ട് വരും. റെഡിയായി കഴിഞ്ഞ് വന്ന് ഞാനൊരു എയർ ഫ്രഷ് കുടിക്കും. പിന്നെ തലേദിവസം വൈകുന്നേരം തന്നെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഏട്ടൻ്റെയും കിച്ചുവിൻ്റെയും ബാഗിലെടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ബാഗുമായിട്ട് ഞാൻ ഇറങ്ങും. ഒരു പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് വഴിയാണ് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത്. ഈ വണ്ടി വരുന്നത് 6:35 6:35 ഞാൻ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങുക. ദെൻ ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം, 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആക്ച്വലി. ഇതുപോലത്തെ ഒരു ബസ്സാണിത്. ആഗ്രയിൽ നിന്ന് വരുന്ന ഒരു തരം ചെറിയ മിനി വാൻസാണ്. അപ്പോൾ വാനിൽ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രൈവസി മാനിച്ച് നമ്മൾ അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് 7:45-50 ആകുമ്പോൾ ആണ് അവിടെ എത്തുന്നത്, അതായത് എൻ്റെ സ്റ്റോപ്പിലെത്തുന്നത്. ഒരു 1 ഇയറൊക്കെ ബിഫോർ ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടവർക്കറിയാം നമ്മളുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ഉള്ള സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഓഫീസ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു ഗ്രീൻ ടീ കുടിക്കും. പിന്നെ ഓഫീസിൽ വെച്ചിട്ട് ഒരുപാട് സമയം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അവിടെ ടൈം ലാപ്സിലിട്ട് വെച്ചിട്ട് ഓണാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഓഫീസിലാണെങ്കിലും എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് അച്ഛനെ വിളിക്കുന്നത്. അച്ഛനെ നാട്ടിലെ 1 മണി നേരത്ത്, ആൾ 1:30 ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1 മണി നേരത്തെ എന്നും വിളിക്കും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെക്കും. പിന്നെ ആൾ വരുമ്പോൾ നാട്ടിൽ 11 മണിക്ക് ആവും. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന ഒരു ടൈമിൽ ഒന്നും സംസാരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ആ ഒരു കോള് മാത്രം ഞാൻ അങ്ങനെ മുടക്കാറില്ല. അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ പൊതുവെ കാര്യങ്ങൾ സംസാരിച്ച് വെക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് നല്ല തിരക്കൊക്കെ ഉള്ള ദിവസങ്ങൾ, ഇപ്പം തിങ്കളാഴ്ചകളിലൊക്കെ പൊതുവെ ഞാനങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. തിങ്കളാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. അല്ലെങ്കിൽ ഞാനത് എങ്ങനെ പോയാലും അച്ഛനോട് സംസാരിച്ച് ഞാൻ വെക്കാറുണ്ട്. അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് എന്തെങ്കിലും വർക്കൊക്കെ വന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോ കോളിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ് ഞാൻ ഇതിൽ കാണുന്നത്. അതാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് സമയത്തോ അങ്ങനെയുള്ള സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് പോകാറുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സൈറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഞാൻ എവിടെയാണോ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെയാണ് ഈവനിങ് പിക്ക് ചെയ്യുക. സോ അവിടെ വരെ നടക്കണം. സെയിം റൊട്ടീൻ തന്നെ തിരിച്ച് നടന്നു വരുന്നു. ഈ തണുപ്പുള്ള സമയത്തൊക്കെ എനിക്ക് നടക്കുക ഭയങ്കര ഇഷ്ടമായി. 10 മിനിറ്റ് നടന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സമയമാണ്. നല്ല കാറ്റും മാത്രമല്ല കാണാൻ നല്ല ഭംഗിയാണ് മൊത്തം അവിടെയൊക്കെ ആ ഒരു സമയത്തൊക്കെ. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ചൂടായതുകൊണ്ട് അയ്യോ ആ വണ്ടി എങ്ങനെ പെട്ടെന്ന് വന്ന് ഒന്ന് കയറി ഇരുന്നാൽ മതിയെന്നുണ്ട്. ദെൻ ഈ വണ്ടി ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ എക്സ്ചേഞ്ച്, അതായത് വണ്ടി മാറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തും. അവിടെ നിറച്ച് മയിലുകൾ എന്നും കാണാം. ചില സമയത്ത് അത് പീലി വിരിച്ചാടുന്നതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അത് തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഒരു സങ്കടം വരും. ദിവസവും കാണുന്ന കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ട് റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു പ്രത്യേക രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയിലിനെ. പിന്നെ വീടെത്തിക്കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെന്നോ വീഡിയോ എടുക്കുകയാണെന്നുള്ളൊരു ഓർമ്മയൊന്നും ഉണ്ടായില്ല.
എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് ഓർമ്മ വന്നത്. ഇപ്പം സമയം 11:41. ഒരു 8 മണി 7:45 7:45 ഞാൻ വീടെത്തും. അത് കഴിഞ്ഞ് കിച്ചുവിൻ്റെ സാധനങ്ങളെടുത്ത് വയ്ക്കുക, പിന്നെ അത് കുളിച്ച് വരിക, ദെൻ ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞ് കിച്ചുവിൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 10 മണിയാവും, 10-10:30 ആവും. ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി. അത് കാരണം അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് അയ്യോ ഞാൻ ഇന്ന് ബാക്കിയുള്ള വീഡിയോ എടുത്തില്ലല്ലോ എന്നാലോചിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നാളേക്ക് ഡെയിലി ഞാനിപ്പോൾ ഒരു ചെറിയ റീൽസ് ഇടുന്നുണ്ട്. കിച്ചുവിൻ്റെ കുറേ പഴയ വീഡിയോസും അതുപോലെ കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വീഡിയോ എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എഡിറ്റ് ചെയ്യാൻ മിനിമം ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമ്മൾ ഡെയിലി ഇതിനൊരു സമയം കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള സമയം കിട്ടാറുണ്ടായില്ല. ഇപ്പോൾ കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാനൊരു 10:45 ആയപ്പോൾ ഇരുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് അപ്ലോഡിങ് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതല്ല എന്തായാലും. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് സ്വാഭാവികമായിട്ടും ഇതുപോലെയൊക്കെ തന്നെയാണ് പോവാറ്. അപ്പോൾ കിച്ചുവിന് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒരു ചേച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അധികം പണിയെന്ന് പറയാനില്ല, പക്ഷെ എന്നാലും അവൻ്റെ സാധനം എടുത്ത് വയ്ക്കുക, പിന്നെ ഭക്ഷണം കഴിച്ച് വരിക, കുളിച്ച് കഴിഞ്ഞ് വരിക, ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവനും ഞങ്ങളെല്ലാവരും കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മിനി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ബൈ, ഗുഡ് നൈറ്റ്.